Hi guys, I am Dr Prasoon. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എക്സസൈസ് ചെയ്യണം. ഇതൊരു ഹെൽത്തി ഹാബിറ്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് പല ഡോക്ടർമാരും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എക്സസൈസ് ചെയ്ത് തുടങ്ങണമെന്ന്. അധികം ആൾക്കാർക്കും എക്സസൈസ് ചെയ്ത് തുടങ്ങാനാണ് ബുദ്ധിമുട്ട്. ഇനി അഥവാ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിക്കുകയുണ്ടായി. ബുക്കിൻ്റെ പേര് അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ്. ഓഥറിൻ്റെ പേര് ജെയിംസ് ക്ലിയർ. ഈ ബുക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചീത്ത ശീലങ്ങൾ നിർത്താനും സഹായിക്കുമെന്നാണ് പറയുന്നത്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബുക്കിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു എക്സസൈസ് എന്നുള്ള ഹെൽത്തി ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഏതൊരു ഹെൽത്തി ഹാബിറ്റ് തുടങ്ങുന്നതിനും 4 സ്റ്റെപ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ക്ലിയർ ആക്കുക, അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കുക, അതിനു വേണ്ടിയിട്ടൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. നിങ്ങളത് ഏത് സ്ഥലത്തു നിന്നാണ് ചെയ്യാൻ പോകുന്നത്, ഏത് സമയത്താണ് അത് ചെയ്യാൻ പോകുന്നത്, ഇത് രണ്ടും നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം, ഞാൻ രാവിലെ 7 മണിക്ക് എൻ്റെ ബെഡ്റൂമിൽ നിന്നും എക്സസൈസ് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഒരു ലൊക്കേഷനും ഒരു ടൈമും കൃത്യമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഇതിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആണ്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം അതിൻ്റെ കൂടെ ഈ എക്സസൈസിൻ്റെ ഹാബിറ്റ് കൊണ്ടുപോയി മുകളിൽ വെക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഏത് ഹാബിറ്റാണോ അത് ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യും. അതിനും ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് എക്സസൈസ് ചെയ്യും. ഞാൻ രാവിലെ കഴിക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായ അത് കുടിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് മോർണിംഗ് വാക്കിന് പോകും. അപ്പം ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, എഴുതി വെക്കണം. പോരാത്തതിന് നിങ്ങൾ ചെയ്ത് തുടങ്ങണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നാണ്. അതായത് എക്സസൈസ് എന്നുള്ള ഹാബിറ്റ് നിങ്ങൾ അട്രാക്റ്റീവ് ആക്കിയിടുക, ആകർഷണീയമാക്കിയെടുക്കുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കാര്യം ചെയ്യുന്നതിൻ്റെ മുമ്പേ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഫോണിൽ ഇൻസ്റ്റഗ്രാം എടുത്ത് മെസ്സേജസും മറ്റുള്ളവരുടെ പോസ്റ്റും നോക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ 10 സിറ്റപ്സ് എങ്കിലും ചെയ്യും. അതുപോലെ ഓരോ ദിവസവും വാട്സാപ്പ് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് തുറന്ന് നോക്കി മെസ്സേജസ് വായിക്കുന്നതിന് മുമ്പേ 10 പുഷപ്സ് എങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയറിൽ നിന്നോ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അവിടെ നിന്നും എണീക്കുന്ന സമയത്ത് നിങ്ങൾ 10 പ്രാവശ്യം കൈ പൊന്തിക്കുക. എക്സസൈസ് ആകർഷണീയമാക്കാൻ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ തരത്തിലുള്ള ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ ഉണ്ടെങ്കിൽ അവരുമായി കൂടുതൽ കമ്പനി വെക്കുക. ഇത്തരം ആൾക്കാരുടെ ഒരു സ്ഥിരസ്ഥിതി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് അവർ എക്സസൈസ് ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരിൽ ഒരാളായി മാറുന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായി മാറാൻ വേണ്ടി അവർ ചെയ്യുന്ന പോലെ നിങ്ങൾക്കും എക്സസൈസ് ചെയ്യാൻ തോന്നും. ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കും പകർന്നു കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് അധികം ആൾക്കാരും ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ജിമ്മിലത്തെ മൂഡ് വേറെ രീതിയിൽ തന്നെയാണ്. അവിടെയുള്ള ജിം കമ്പാനിയൻസൊക്കെ എക്സസൈസ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ തോന്നും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് ഈസി എന്നാണ്. അതായത് എക്സസൈസ് ചെയ്യുന്നത് ഈസി ആക്കാം. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ എങ്ങനെയൊക്കെ നമുക്ക് എക്സസൈസ് ഈസി ആക്കാൻ നോക്കാം. ഈസി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു എക്സസൈസും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഒരു ഹാബിറ്റ് തുടങ്ങുന്ന സമയത്ത് അത് ഈസി അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ പോയാലും അത് നിർത്തും. അപ്പോൾ എക്സസൈസ് എങ്ങനെയൊക്കെയാണ് ഈസി ആക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഓടാൻ പോവുക അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് വേറെ ഡ്രസ്സാണ് ഇടുന്നതെന്ന് വിചാരിക്കാം. എക്സസൈസ് ചെയ്യുന്നതിന് വേറെ തരം ഡ്രസ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സെല്ലാം തലേ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ റെഡിയാക്കി വെക്കുക. രാവിലെ എണീറ്റാൽ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ ഡ്രസ്സ് ആവുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുക. റണ്ണിങ് ഷൂസ്, സ്കിപ്പിംഗ് റോപ്പ്, നിങ്ങൾ എക്സസൈസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ രാവിലെ നിങ്ങൾ എണീറ്റ് നിങ്ങളെ കൺമുമ്പിൽ തന്നെ കാണുന്ന രീതിയിൽ എടുത്തു വെക്കുക. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ് ഈസിയാക്കി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോരോ സ്റ്റെപ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, ആ ഫ്രിക്ഷൻ നിങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈസിയാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് റൂൾ ചെയ്യുക എന്നുള്ളതാണ്. 2 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ
ഏതൊരു ഹാബിറ്റ് തുടങ്ങുമ്പോഴും വെറും 2 മിനിറ്റ്, അതായത് 120 സെക്കൻഡ് മാത്രം ചെയ്യുക. നിങ്ങളൊരു എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ 2 മിനിറ്റ് ആവുന്നതിന് വേണ്ടി നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്യുക. ആ 2 മിനിറ്റ് ആയാൽ നിർത്തുക. നിങ്ങൾ ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മ് വരെ വണ്ടി ഓടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പോവുക. 2 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം തിരിച്ചു വരിക. പക്ഷേ ഇത് എല്ലാ ദിവസവും ചെയ്യണം. ഓരോ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ആ 2 മിനിറ്റ് എന്നുള്ളത് കൂട്ടിക്കൊണ്ടുവരിക. അത് ചിലപ്പം നിങ്ങൾക്ക് ചെയ്തു വരാൻ മാസങ്ങളെടുക്കും. 2 മിനിറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 പുഷപ്സോ അല്ലെങ്കിൽ ഒരു 5 സിറ്റപ്സോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിന്നോടത്ത് തന്നെ ഓടുക, എന്തെങ്കിലും ഒരു എയറോബിക് മെഷീനിൽ പെഡൽ ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക. വെറും 2 മിനിറ്റ്. എക്സസൈസസ് ഈസിയാക്കാൻ നമുക്ക് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യാം. ടെക്നോളജി എന്ന് പറയുമ്പം ഫിറ്റ്ബിറ്റ് പോലത്തെ ഫിറ്റ്നസ് ഗിയർ ഉപയോഗിക്കാം, ആപ്പിൾ വാച്ച് ഉപയോഗിക്കാം, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് ഗിയേഴ്സും ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എത്ര ദൂരം നടക്കുന്നു, എത്ര കാലറി ബേൺ ചെയ്യുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളത് മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങളെ എണീറ്റ് നിൽക്കാനും പല കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാനും ഇങ്ങനത്തെ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ഹോം ജിമ്മ് തുടങ്ങാനുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാം. ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പക്ഷേ അത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഈ ഒരു ഹാബിറ്റ് നിലനിർത്താൻ വേണ്ടി. ഞാൻ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി എക്സസൈസ് ഏതെല്ലാമാണ്, അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 1, 2, 3 3 സ്റ്റെപ്സും നിങ്ങൾക്ക് അതേ ദിവസം ഇന്നത്തെ ദിവസം ഈ എക്സസൈസ് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റെപ്സാണ്. പക്ഷേ കുറേ കാലത്തേക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് ഇതൊരു തുടർശീലമായി നിങ്ങൾക്ക് മാറ്റാൻ, ഒരു ലൈഫ് ലോങ് ഹാബിറ്റാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെ സ്റ്റെപ്പ് വേണം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിനെ കൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തൃപ്തി കിട്ടണം. ഇൻസ്റ്റൻറ്റ് റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ശീലം പെട്ടെന്ന് തന്നെ നിർത്താനുള്ള സാഹചര്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എക്സസൈസ് ചെയ്താൽ ഭാവിയിൽ ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അതൊക്കെ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ അത് നിർത്തും. അങ്ങനെ നിർത്തുന്നതിൻ്റെ കാരണം നമുക്ക് ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാവാം, അല്ലെങ്കിൽ കുറച്ച് വില കൂടിയിട്ടുള്ള കാര്യമാവാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ ഇൻസ്റ്റൻറ്റ് റിവാർഡാക്കി നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ അതിനെ ഇൻസ്റ്റൻറ്റ് റിവാർഡാക്കി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്ത പാടെ ഒരു കോൾഡ് ഷവർ, ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നത്, റെസ്റ്റ് എടുക്കുന്നത് റിവാർഡാക്കിയിട്ട് എടുക്കാം. എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ബോഡി മസാജ് നിങ്ങളുടെ റിവാർഡാക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാം. അതും അല്ലെങ്കിൽ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി ബ്രൗസ് ചെയ്യണം, നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം, അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് റിവാർഡാക്കിയിട്ട് വെക്കാം. എക്സസൈസ് എന്ന് പറയുന്ന ഈ ഒരു ഹാബിറ്റിനെ തൃപ്തികരമാക്കാൻ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഹാബിറ്റിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എത്ര ദിവസം എക്സസൈസ് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അതിന് ഒരു കലണ്ടറിൽ നിങ്ങൾ ക്രോസ് ചെയ്യുക. ഓരോ ദിവസവും എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് അത് 1 മിനിറ്റ് ആവട്ടെ 2 മിനിറ്റ് ആവട്ടെ, നിങ്ങൾ ചെയ്യാൻ വിചാരിച്ച സമയം എത്ര കുറവ് സമയമാണെങ്കിലും ആ ഒരു സമയം നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് ഹാബിറ്റ് ട്രാക്കിംഗ് ആപ്പുകൾ ഉപയോഗിക്കാം. മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പം ഡോക്ടർമാർ, ഞാൻ ഉൾപ്പെടെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകും എല്ലാ ദിവസവും 30 മിനിറ്റ് എക്സസൈസ് ചെയ്യണമെന്ന്. ആ ഒരു 30 മിനിറ്റ് എത്താത്തതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും 30 മിനിറ്റ് അല്ലാത്തതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ലാന്ന്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ആരും പെർഫെക്റ്റ് ആയിട്ട് 30 മിനിറ്റ് ചെയ്യില്ല. അത് ചെയ്ത് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, എത്ര കുറവാണെങ്കിലും എല്ലാ ദിവസവും ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമുക്ക് ഇടയ്ക്ക് അസുഖങ്ങൾ വരും, പനി വരും, നമുക്ക് ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകേണ്ടി വരും, ഫങ്ഷൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും നമുക്ക് എക്സസൈസ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. നമ്മളുടെ ടൈം ടേബിൾ മാറും. അപ്പം ഒരു ദിവസം മിസ്സായി പോയാൽ കുഴപ്പമില്ല. 2ാമത്തെ ദിവസം അത്രയും പെട്ടെന്ന് തിരിച്ച് ഈ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ തിരികെ വരണം. അങ്ങനെ വന്നിട്ടില്ല, 2ാമത്തെയും 3ാമത്തെയും ദിവസം നമ്മൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ചീത്ത ശീലം തുടങ്ങുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മിസ്സായി പോകുന്നത് നാച്ചുറലാണ്. നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും സാരില്ല എന്ന് വെക്കണം. അടുത്ത ദിവസം നമ്മൾ വീണ്ടും എത്രയും പെട്ടെന്ന് ഈ ഒരു ശീലത്തിലേക്ക് വരണം. അത് എത്ര കുറവ് സമയം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് സാരില്ല.
പക്ഷേ എല്ലാ ദിവസവും ചെയ്യുക, എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യുക, ആ ഒരു കാര്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എക്സസൈസ് എന്നുള്ളത് ഒരു ലൈഫ് ലോങ് ഹാബിറ്റാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് എത്ര ദിവസം അടുപ്പിച്ച് എക്സസൈസ് ചെയ്താലാണ് ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളത്. ഇത് ദിവസക്കണക്കല്ല. നമുക്ക് ചിലപ്പം ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട എക്സസൈസ് വേണമെങ്കിൽ ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്യാം. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ അതിലാണ് കാര്യം. അപ്പോൾ ചില ആൾക്കാർക്ക് അത് 30 ദിവസമായിരിക്കും, ചില ആൾക്കാർക്ക് 60 ദിവസമായിരിക്കും, ചില ആൾക്കാർക്ക് അത് ഒരു കൊല്ലമായിരിക്കും. ഫിറ്റ്നസിനെ കുറിച്ചും എക്സസൈസിനെ കുറിച്ചും ഞാൻ യൂട്യൂബിൽ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. നിങ്ങൾക്ക് ഇനി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സസൈസോ അങ്ങനത്തെ എന്തെങ്കിലും അഡ്വൈസ്, ഹെൽത്ത് അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരോട് നേരിട്ട് ചോദിക്കാം. അതിന് നിങ്ങൾക്ക് ഡോഫോഡി ആപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് തീർച്ചയായിട്ടും വായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസ് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിനി നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.